ഹലോ ഫ്രണ്ട്സ്, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു റോയൽ കേക്ക് ചെയ്താലോ? അതിന് സിമ്പിളായി ഐസിങ്ങും ചെയ്തിട്ടുണ്ട്. ഈ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്തിരിക്കുന്നത് ഓവനിലാണ്. എൻ്റെ പ്ലം കേക്ക് വീഡിയോയിൽ കാണിച്ച പോലെ ഇത് സ്റ്റൗവിലും ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റായ കേക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ പൊടികളെല്ലാം അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായി മൈദപ്പൊടി പകുതി ചേർത്ത് ഒന്ന് തരിച്ചെടുക്കാം. ബാക്കി മൈദപ്പൊടിയുടെ കൂടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിത് ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം അരിച്ചെടുക്കുന്നുവോ അത്രയ്ക്ക് നമ്മുടെ കേക്ക് സോഫ്റ്റായി കിട്ടും. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ബീറ്റർ കൊണ്ട് നന്നായി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഓയിൽ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദപ്പൊടി കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല. കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡിൽ മാത്രം വളരെ സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ബാക്കി വെച്ച മൈദ മിക്സ് കൂടി ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ബേക്കിംഗ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ബട്ടർ തേച്ച് കൊടുത്ത് മൈദപ്പൊടി ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകുന്നതിനായിട്ട് കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം.
കേക്ക് ബേക്ക് ചെയ്യുന്നതിനായി ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയുള്ള ഒരു കേക്ക് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായി വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ബൗളും ബ്ലേഡുകളും ഞാൻ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് പിന്നെ സ്പീഡ് കൂട്ടിക്കൊടുക്കാം. ക്രീം നല്ല തിക്കാവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതുപോലെ ക്രീം നല്ല സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി സെന്ററിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. അതിനു മുകളിൽ മുറിച്ചു വെച്ച ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനു മുകളിലായി ഒരു ബ്രഷ് കൊണ്ട് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കണം. ഇത് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഇത് ചൂടാറിയതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഇത് കേക്കിന്റെ മുകളിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇതിന്റെ മുകളിലായി ഒരു ലെയർ വിപ്പിംഗ് ക്രീം ചെയ്തു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ശരിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഈ കേക്ക് പീസിന്റെ മുകൾ ഭാഗം മുഴുവൻ കവർ ആവുന്ന രീതിയിൽ വേണം പൈപ്പ് ചെയ്യാൻ. ഇനി ഒരു നൈഫ് ഉപയോഗിച്ച് ഈ ക്രീം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ലെവൽ ചെയ്യുമ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ആവാൻ നോക്കണം. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ക്രീം കൂടുതലും കുറവുമായി പോകാൻ സാധ്യതയുണ്ട്. ഒരേപോലെ ലെവൽ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന്റെ മുകളിലും ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കണം. ശേഷം വിപ്പിംഗ് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നാലാമത്തെ കേക്ക് വരെ വെച്ച് കൊടുക്കണം.
നാലാമത്തെ കേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീമും തേച്ച് കൊടുക്കണം. അതിൻ്റെ ശേഷം കേക്കിൻ്റെ സൈഡിലും വിപ്പിംഗ് ക്രീം തേച്ച് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്നുകൂടി ഒരു ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്കിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ പച്ച ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇത് കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ക്രീം ഇതുപോലെ ഇടവിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ഫിൽ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ചുവപ്പ് കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ സൈഡ് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം പച്ച കളർ കൊണ്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇതിൻ്റെ സെൻറ്ററിലും ഞാനൊരു സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള കേക്കും അതിന് ചേരുന്ന രീതിയിൽ സിമ്പിളായി ചെയ്ത ഒരു ഡിസൈനുമാണിത്. ഒരു ബർത്ത്ഡേ കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.